ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ ഫോബിയ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്ലൂടൂത്ത് ഇൻ്റർകോം. ഇത് ആക്ച്വലി ഒരു ഇൻ്റർകോം അല്ല, ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് ആണ്, ഒരു ഹെഡ്ഫോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു സെയിം വർക്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇതൊരു ഇൻ്റർകോം ലുക്ക് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, അതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. Y10 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബ്ലൂടൂത്ത് ഡിവൈസ് ആണിത്. ഇതൊരു ഹെൽമെറ്റ് വയർലെസ് ഇയർഫോൺ എന്നാണ് ഇവർ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുമ്പം ഞാൻ ഷോപ്പിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. 1200 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ആ ഒരു ടൈമിൽ ഓൺലൈനിൽ ഓഫർ ഉണ്ടായിരുന്നു, 1000 സംതിങ്ങേ വരുന്നുള്ളായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേ നോക്കിയപ്പോൾ അത് 1700 ആയിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ഇത് നല്ല ഒരു ഡിവൈസ് ആണ് എന്നുള്ളത്. സോ അങ്ങനെയാണ് ഞാനിത് ഷോപ്പിൽ പോയിട്ട് നോക്കുന്നത്. ആക്ച്വലി ഞാൻ ഈ ഒരു സംഭവം അവിടെ പോയി ചോദിച്ച് വാങ്ങിയല്ല, ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പം അവിടുത്തെ ആളാന്ന് പറഞ്ഞത് 1200 രൂപയാണ്. ഇതൊരു ഇൻ്റർകോം അല്ല, ഇതൊരു ബ്ലൂടൂത്ത് ഡിവൈസ് മാത്രമാണ്. നമുക്ക് ഫോൺ കണക്ട് ചെയ്യാം, നമുക്ക് പാട്ട് കേൾക്കാം, അതുകൊണ്ട് നമുക്ക് കോൾസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് 3 സ്വിച്ചസ് ആണ് വരുന്നത്. അതിലൊന്ന് വോളിയം അപ്പ്, വോളിയം ഡൗൺ, പിന്നെ ഒരു മൈക്കിൻ്റെ സൈൻ വരുന്ന ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിനകത്ത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് വഴി അതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് എന്താണോ വേണ്ടുന്നത് അത് ചെയ്യാൻ പറ്റും. നമുക്ക് അതുവഴി പ്ലേ ചെയ്യാൻ പറ്റും, കോൾസ് മേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ 1-2 ഫീച്ചേഴ്സ് ഞാൻ ഇതുവഴി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ ബൈക്കിനകത്തിരുന്ന് ഈ കോൾസ് ചെയ്യുന്ന ടൈമിൽ വളരെ ക്ലിയർ ആയിട്ടാണ് അവർ കേൾക്കുന്നത്. അതേപോലെ തന്നെ അവർ പറയുന്നതും ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാനും പറ്റും. അപ്പം അത്രത്തോളം ക്ലാരിറ്റി ഈ ഒരു കാര്യത്തിലുണ്ട്. പിന്നെ ഇതിനകത്ത് മെയിൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 days മുമ്പ് ഞാനൊരു ട്രിപ്പ് പോയി 100 ആക്കി. ഞാൻ ആ ട്രിപ്പ് കഴിയുന്നിടം വരെയും ഇത് ഓണായിരുന്നു, ഫോണായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ലാസ്റ്റ് ടൈമിൽ മാത്രമേ ഓഫ് ആക്കിയിട്ടുള്ളൂ, ഒരു 2 hours. അതിനുശേഷം ഇന്നിപ്പം ഒരു 2-3 days ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇപ്പം ഇതിനകത്തൊരു 20% ചാർജ് ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് HD വോയിസ് ആണെന്നുള്ളത്, അത് ശരിയാണ്, HD വോയിസ് തന്നെയാണ് വരുന്നത്. വയർലെസ്സിൻ്റെ വെർഷൻ 5.3 ആണ് വരുന്ന കണക്ടിവിറ്റി ബ്ലൂടൂത്തിൻ്റെ. അതുകൊണ്ട് തന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യാം, IP68 വാട്ടർ പ്രൂഫ് വരുന്നുണ്ട്, HD മൈക്ക്. അതുകൊണ്ട് തന്നെ iOS-ലും ആൻഡ്രോയിഡിലും നമുക്കിത് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, നോയ്സ് റിഡക്ഷൻ. അപ്പം ഇവർ എഴുതിയേക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പുറത്തുനിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു ബ്ലൂടൂത്ത് ഇൻ്റർകോമിൻ്റെ അത് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓഡിയോ പോലും ഇത് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കോൾ ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് അവർ കേൾക്കാം എന്ന് പറഞ്ഞപ്പോൾ ആകെ അത്ഭുതകരമായി പോയി. കാരണം എന്ന് വെച്ചാൽ ഇതറിയാത്ത പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഇപ്പം ബൈക്കിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയപ്പോഴും പുള്ളി വിളിക്കുന്ന ടൈമിൽ ഞാൻ ഇത് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറ്റൻഡ് ചെയ്തപ്പോൾ എല്ലാം ചെയ്തിട്ട് പുള്ളിയെ വിളിച്ചിട്ട് വരുന്ന വഴിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്തുവാന്ന്. അപ്പം ഞാൻ കാര്യം പറഞ്ഞു. അന്നേരം പറഞ്ഞു, അതാണല്ലേ പടപടാന്ന് പറഞ്ഞ് കോൾസ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ സംഭവം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്, വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ എൻജിൻ്റെ അടിയിൽ നിന്നുള്ള നോയ്സ് ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. മേ ബി ഇപ്പോൾ വിറകിലിരിക്കുന്ന ഒരാൾക്കോ ബൈക്കിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ ബൈക്കിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു സൗണ്ട് നല്ല രീതിയിൽ നമുക്ക് ഹെൽമെറ്റ് കൂടെ കേൾക്കാൻ പറ്റും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു മൈക്കിനകത്തൂടെ അങ്ങനത്തെ ഒരു സൗണ്ടും കയറി വരുന്നില്ല. നോയ്സ് റിഡക്ഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ 1200 രൂപയ്ക്ക് ഇത് ബെറ്ററാണ്. ഞാനിപ്പോഴും എടുത്തു പറയുന്നത് ഇതൊരു ഇൻ്റർകോം അല്ല, ഇതൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഒരു റിസീവറും മറ്റു കാര്യങ്ങളുമാണ് വരുന്നത്. ഇൻ്റർകോം അല്ല. ഇൻ്റർകോം 3-4-5 റൈഡേഴ്സുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ലോങ് പോകുന്ന ടൈമിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഡിവൈസാണ്. അതേപോലെ ഇത് വർക്ക് ചെയ്യില്ല. പക്ഷേ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് വിടുന്ന കോൾസും മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഇതുവഴി നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇതുവഴി കേൾക്കാനും ഇതുവഴി സംസാരിക്കാനും എല്ലാം പറ്റും. അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഫീൽ ചെയ്തിട്ടില്ല.
2 വീക്സ് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ്. സോ ഇതിൻ്റെ പേര് Y10 എന്നാണ്. സോ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് ഓൺ ബേസ് വരുന്നുണ്ട്. ഞാനിപ്പം നിലവിൽ അതിനകത്താണ് സംഭവം ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 3 വാൽക്രോ സ്റ്റിക്കേഴ്സ്, അതൊന്ന് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ 2 ഹെഡ്സെറ്റിൻ്റെയും ഇയർഫോണിൻ്റെയും പിന്നെ 1 മൈക്കിൻ്റെയും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ചെയ്തതിന് ശേഷം, ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം വയറുകളൊക്കെ നല്ല രീതിയിൽ അലൈൻ ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഒരുമിച്ച് കെട്ടിയിട്ട് ഒരു സൈഡിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. സോ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് വയർസ് മാക്സിമം ഈ ഒരു ബാക്ക് സൈഡിലോട്ടങ്ങാണം വെക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. Take care, stay safe, bye.